നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്. വട്ടിയൂർക്കാവ്, തൃത്താല, മണലൂർ തുടങ്ങി നിർണായക മണ്ഡലങ്ങളിലുൾപ്പെടെ 30 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഏകദേശ ധാരണ ആയി കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുന്നതിന് മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മേൽക്കൈ നേടാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. തർക്കമില്ലാത്ത സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യഘട്ട പട്ടിക ഫെബ്രുവരി 25 മുൻപ് പുറത്തിറക്കാനാണ് നേതൃത്വം നീക്കം നടത്തുന്നത്. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം കഴിഞ്ഞ തവണ നഷ്ടമായ പ്രധാന മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കം. തിരുവനന്തപുരത്തെ നിർണായക സീറ്റായ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ തന്നെ മത്സര രംഗത്തിറങ്ങും. കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി നഷ്ടമായ മണ്ഡലം മുരളീധരനിലൂടെ തിരിച്ചുപിടിക്കാം എന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. പാലക്കാട് ജില്ലയിലെ ശ്രദ്ധാകേന്ദ്രമായ തൃത്താലയിൽ VT ബൽറാം തന്നെ വീണ്ടും ജനവിധി തേടും. തൃശൂരിലെ മണലൂരിൽ TN പ്രതാപിന്റെ പേരും ഉറപ്പിച്ചു കഴിഞ്ഞു. ഇവർക്ക് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനൌദ്യോഗിക നിർദ്ദേശം ലഭിച്ചതായാണ് വിവരം. പുതുയുഗ യാത്ര പൂർത്തിയായ ശേഷം മാർച്ച് 6-നാകും രണ്ടാം ഘട്ട പട്ടിക പുറത്തിറക്കുക. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ ടീം നടത്തിയ വിശദമായ സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നത്. വിജയസാധ്യതയ്ക്ക് മാത്രം മുൻഗണന നൽകുന്ന രീതിയാണ് ഇത്തവണ ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. MPമാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വമാകും അന്തിമ തീരുമാനമെടുക്കുക. കെ സുധാകരനും അടൂർ പ്രകാശും നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും MPമാർ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് ലോക്സഭാ സീറ്റുകളെ ബാധിക്കുമോ എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ച് അടൂർ പ്രകാശ് കോന്നിയിലേക്ക് മാറിയാൽ ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നതും വെല്ലുവിളിയാണ്. അതിനാൽ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രതയോടെയാകും ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കുക. സംവരണ വനിതാ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയുടെ പ്രാഥമിക പട്ടികയെ തയ്യാറാക്കി രംഗത്ത് വന്നിരുന്നു. 35 മണ്ഡലങ്ങളിലേക്കുള്ള BJP സ്ഥാനാർത്ഥി പട്ടികയാണ് അണിയറയിൽ തയ്യാറായിരിക്കുന്നത്. A ക്ലാസ് മണ്ഡലങ്ങളടക്കം ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും. കഴക്കൂട്ടത്ത് V മുരളീധരനും മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനും മത്സരിക്കും. ചൊവ്വാഴ്ച ചേർന്ന BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലാണ് സാധ്യതാ പട്ടികയ്ക്ക് രൂപം നൽകിയത്. ഇത് ഉടൻ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറും. ഓരോ മണ്ഡലത്തിലും 3 പേരുകൾ വീതമാണ് പരിഗണനയിൽ. എന്നാൽ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇനി മാറ്റമുണ്ടാകില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും പകരം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകുമെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി S സുരേഷ് അറിയിച്ചു. കഴിവുള്ളവർക്കും വിജയസാധ്യത മത്സരിക്കാൻ അവസരമെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നേമത്ത് BJPക്ക് 2 മണ്ഡല കമ്മിറ്റികളാണുള്ളത്. ഈ രണ്ടിടത്തെയും ഭാരവാഹികളുടെ യോഗം ഇന്നലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ചേർന്നിരുന്നു. ഇത്തരത്തിൽ നേമത്ത് മത്സരിക്കാനുള്ള ഒരുക്കങ്ങളുമായി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട 2 മുന്നണികൾ UDFും BJPയും തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രാഥമിക പട്ടികയൊക്കെ പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് പാർട്ടികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആര് ഇനി കേരളം ഭരിക്കുമെന്ന കാര്യത്തിൽ നിശ്ചയമില്ല എങ്കിലും UDFന് മുൻതൂക്കമുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്തായാലും അടുത്ത ഘട്ട പട്ടിക, UDFന്റെ അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.